Ladies and gentlemen, കോടീശ്വരി മഞ്ജനി ശിവദാസിനെ സ്വന്തമാക്കി 1 കോടി രൂപയുടെ ഫ്ലാറ്റും ബെൻസ് കാറും വിൻ ചെയ്യാൻ പോകുന്ന ആ ഭാഗ്യവാൻ ആരെന്ന് ഇപ്പോൾ അറിയാം. Please welcome the മണവാട്ടിക്കുട്ടി മഞ്ജനി. ടെൻഷൻ ഉണ്ടോ മഞ്ജനി? ഇതാ ടെൻഷൻ ഫ്രീ മഞ്ജനി. Manjani's hero is our chocolate boy from Cochin, Ram Yuvraj. ഇത് രാമനുണ്ണി രാജ, സഹോദരങ്ങളിൽ സഹോദരിയുടെ മകൻ. റിയാലിറ്റി ഷോകളിലൂടെ റിയൽ എസ്റ്റേറ്റ് രാജാവാകാൻ നടക്കുന്നയാൾ. Give a big hand to Manjani's hero, Ram. Congratulations, Mr. Ram, for your fantastic performances in all the rounds. Thanks. Yes. Joji. നല്ല ഭർത്താവാകാനുള്ള എല്ലാ ഗുണങ്ങളും തനിക്കുണ്ടെന്ന് റാം തെളിയിച്ചു. ഹാപ്പി ഹസ്ബൻഡ് റൗണ്ടിൽ വെറും 1 മണിക്കൂർ കൊണ്ട് 36 ചുരിദാർ, 28 സാരി, 112 നൈറ്റി എന്നിവ 2.5 സ്പൂൺ സോപ്പ് പൊടിയും 1.5 ബക്കറ്റ് വെള്ളവും മാത്രം ഉപയോഗിച്ച് കഴുകി ഊതിയുണക്കിയ മിടുക്കൻ. ശിശുപാലന റൗണ്ടിലും പാചക റൗണ്ടിലും തന്റെ 1ാം സ്ഥാനം കൈവിടാതെ ഇടിച്ചു പരത്തി ഉറപ്പിച്ചു. കണ്ടില്ലേ, പെങ്ങളോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ട് അവൻ കാണിക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. എനിക്ക് പൊക്കം കുറവുള്ളതുകൊണ്ടായിരിക്കുമല്ലേ? അതിനവനാരാ? അമിതാഭ് ബച്ചനോ? നിറമുള്ള ഒരു ശ്രീനിവാസൻ, അത്രേ ഉള്ളൂ. പ്രതികരിക്കൂ പെങ്ങളെ, ചോടോ മത്തുസേ. Please put your hands together for Manjani and Ram Swayamvaram. Go, go. മഞ്ജനി അല്ല രഞ്ജു, ഞാൻ പറയുന്നു. ഞാൻ മാലിട്ടോട്ടെ. രഞ്ജുരേ, ഒരു ഫ്ലാറ്റും ബെൻസ് കാറുമാണ് ഞാൻ പറയട്ടെ. എന്റെ പൊന്നു രഞ്ജു, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കും. ഇതൊരു ഗെയിം ഷോ അല്ലേ? ഗെയിമോ? കല്യാണം നിനക്ക് ഗെയിം ആണല്ലേ? നീ ആരെ വേണമെങ്കിലും കെട്ടിക്കോ, കോടീശ്വര ഭദ്രകളി ആരെ വേണമെങ്കിലും. എന്റെ രഞ്ജു, ഉച്ചയ്ക്ക് കല്യാണം കഴിച്ച ആദ്യ രാത്രിക്ക് തൊട്ട് മുമ്പ് ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യില്ലേ? ആകെ കൊളവായല്ലോടോ. ഒരു വിധത്തിൽ കരകയറി വരികയായിരുന്നു. എവിടെ നിന്ന് കിട്ടിയടോ ഇയാളെ? തൻ്റേതോ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്താ സാറേ, ഇതുപോലെ വേറെ 2 ഉണ്ട്. 3 അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. സ്പോൺസറോട് പറയാൻ വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. നമുക്കൊരു മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമ കോമഡി ചെയ്താലോ? കലക്കും. പിന്നെ ഫൈനൽ റൗണ്ടിലെ ഒരു ട്വിസ്റ്റും. ട്വിസ്റ്റോ? എന്ത് ട്വിസ്റ്റ്? ഈ ഫൈനൽ റൗണ്ടിലെ ഒരു കണ്ടസ്റ്റന്റ് കൊല്ലപ്പെടുന്നു. റിമോട്ടാൻ നോക്കത്തില്ല, ഒറ്റ ഏറ് വെച്ചോണ്ടല്ലോ. എന്റെ ഈശ്വര, സ്പോൺസറോട് ഞാൻ ഇനി എന്ത് മറുപടി പറയും? ത്രിമൂർത്തികൾ നാണമല്ലോ അവന്മാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ. തലതിരിഞ്ഞവരാവന്മാര് എങ്ങനെ നന്നാവും? മോനെ അശോക, അത് നീ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടല്ലേ തോന്നുന്നത്. അവര് നല്ലവരാ. ഞാനിങ്ങനെ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടാ തല തിരിയാതിരിക്കുന്നത്. പക്ഷേ അവന്മാര് തല തിരിയാതെ നിൽക്കുന്നോണ്ടാ തല തിരിഞ്ഞിരിക്കുന്നത്. മോനെ, ഞങ്ങള് ശ്രമിക്കാഞ്ഞിട്ടാണോ? നീ വിചാരിച്ച നടക്കും. ഒന്നുമില്ലെങ്കിലും നീയും കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഒരു അംഗമല്ലേ? കൃഷ്ണപുരം കൊട്ടാരത്തിലെ അംഗം അങ്ങനെ പറയാൻ എനിക്ക് നാണക്കേടാ. അവന്മാര് കാരണം. എനിക്ക് കൊട്ടാരത്തിലെ അഡ്രസ് വേണ്ട. പക്ഷേ ആ ത്രിമൂർത്തികളൊന്ന് ആഞ്ഞു വിളിച്ച ഇനി ആ കൊട്ടാരത്തിലെ അഡ്രസ്സേ ഉണ്ടാവില്ല. അതാ ഞങ്ങൾ നിന്റെ അടുത്ത് വന്നത്. 3 പേരെ ഒരുമിച്ച് ഒരിടത്ത് ജോലിക്ക് നിർത്താൻ നിന്നെ കൊണ്ടാവും. അതൊരു തുടക്കാവും. അവിടെയും തുടങ്ങും തമ്മിപ്പാര. എല്ലാവർക്കും കോടീശ്വരന്മാരാണല്ലോ. നിങ്ങളുടെ മോനെ പുളുന്തം പ്രേം നസീർ രാമൻ ഞാൻ ജോലി ചെയ്യുന്ന ചാനലിന്റെ റിയാലിറ്റി ഷോയാണ് കൊളവാക്കിയത്. മോനെ,
നിന്റെ അച്ഛൻ പ്രഭാകരേട്ടൻ മൂപ്പരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തേനെ. ഓ, പഴയ കടപ്പാടിന്റെ പാഴ്സൽ തുറക്കണ്ട. നിങ്ങൾ ചെല്ല്, ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടായ പിന്നെ പ്രഭാരം ചേട്ടനെ പ്രഭാരി ചേച്ചയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ചെല്ല്. അതെ, എന്തിനാ ചേട്ടാ ആ തല്ലിപ്പൊളികളെ നന്നാക്കാൻ വെറുതെ? നന്നാക്കാനോ? എടാ, അവന്മാർക്ക് പണി മേടിച്ചു കൊടുത്ത് പണി കൊടുക്കാൻ പോവാ. നമ്മുടെ സായിപ്പ് ഡിക്രൂസിന്റെ കോൾ സെന്ററിൽ. അവിടെ അവന്മാർ എന്തെങ്കിലും വെളച്ചിലെടുക്കും. ആ ചേറ്റകളുടെ ശല്യം അതോടെ കൊട്ടാരത്തിൽ കൈവെക്കാൻ ഞാൻ ചില സൂത്രപ്പണികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. So guys, the calls you will be getting will be from the people who have bought products of Blue Diamond, like washing machine, treadmill, mixie, DVD player, LCD, etc. etc. ചെറിയ സംശയങ്ങളെ ഉണ്ടാവൂ. എത്രയും പെട്ടെന്ന് കോൾ ഫിനിഷ് ചെയ്ത് just move on, okay? Because more calls, more money, yeah? Okay, sir. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും TV എന്നോ മിക്സി എന്നോ പറയരുത്. Only company name, which is Blue Diamond. Good. ഓരോ വർക്ക് സ്റ്റേഷനിലും അവരുടെ പ്രോഡക്ട്സിന്റെ കോൾസ് മാത്രമേ വരൂ. സോ സ്ട്രിക്ട് ടു ദ ഇൻസ്ട്രക്ഷൻ ഷീറ്റ്. വേറെ ഒന്നും പറയാൻ പോവണ്ട. പറഞ്ഞാൽ യു വിൽ ബി ഫയർഡ്. Okay, sir. പിന്നെ കസ്റ്റമേഴ്സിനോട് മാന്യമായി മാത്രമേ സംസാരിക്കാവൂ. നിങ്ങളുടെ എല്ലാ കോൾസും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, നൗ ഗുഡ് ലക്ക് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. Thank you, sir. ഇവന്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നിനക്കിരിക്കട്ടടാ. നിന്റെ ഇവനും എനിക്കാണ് മോനെ പൂരം. ദൈവമേ, എന്നെ മാത്രം രക്ഷിക്കണേ. Once upon a time in a small little place, there would be a little guy started singing about your rap game. Wow, treadmill, simple. ഹലോ ഹലോ, ആ നിങ്ങളുടെ ഈ മിഷേനെ നേരാൻ വണ്ണമൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഓ, ഡു വൺ തിങ് സർ. ആദ്യം അതിൽ കയറി നിൽക്കൂ. കേറി ഞാൻ യു മീൻ കേറി നിക്കാനോ? അതെ, കാമോൺ സർ, ഞങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ട് ഓൺ ബട്ടൺ അമർത്തി മെല്ലെ നടക്കൂ. ഹലോ മിസ്റ്റർ, ദിസ് ബ്ലഡി തിങ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. വാട്ട് ടു ഡു? ഡോണ്ട് വറി. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഏതാണെന്ന് പറയൂ. ചമ്മന്തിയോ? തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. വെരി നൈസ്. അപ്പൊ ഉടൻ തന്നെ ഒരല്പം ചുട്ട തേങ്ങാപ്പേരയും മുളകും പെട്ടെന്ന് എടുത്തോണ്ട് വരൂ. വാട്ട്? ഹലോ ബ്ലൂ ഡയമണ്ട് കസ്റ്റമർ സർവീസ്. നിങ്ങളുടെ ബ്ലൂ ഡയമണ്ട് മെഷീൻ എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. പ്രശ്നം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇത് നേരെ വർക്ക് ആവുന്നില്ല, തീരെ സ്പീഡ് കിട്ടുന്നില്ല. കല്യാണത്തിന് എന്റെ മമ്മി വാങ്ങി തന്നതാ. ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം പ്ലീസ്. അയ്യോ, ഇത് എന്ന് പറയരുത് മാഡം. ബ്ലൂ ഡയമണ്ട് എന്ന് പറയൂ. ഡോണ്ട് വറി. ആദ്യം അലക്കാൻ പാകത്തിന് എന്തെങ്കിലും എടുക്കൂ. അലക്കാനോ? അയ്യോ, സമയം കളയരുത് മാഡം. ഒരു 1/2 സ്പൂൺ പൗഡർ ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ലോ സ്പീഡിൽ ഓൺ ചെയ്യൂ. എന്നെ വിശ്വസിക്കൂ മാഡം. ഇൻലോസ് വരുന്നതിന് മുമ്പ് നമുക്ക് ശരിയാക്കണ്ടേ? കമോൺ, ഇടൂ. ഇനി ആ പച്ച ബട്ടൺ അമർത്തിട്ട് സ്പീഡ് കൂട്ടിക്കോളൂ. അതിന് ഞാൻ തുണിയൊന്നും ഇട്ടിട്ടില്ല. തുണിയൊന്നും ഇടാതെ സാറേ, നോട്ടി പോയി. ഒരു കണക്കിന് തുണി ഇല്ലാതിരിക്കുന്നതാണ് സാർ നല്ലത്. വേർക്കില്ല. ഓൺ ചെയ്യൂ, സ്പീഡ് കൂട്ടൂ. വെള്ളം ഒഴിക്കണോ? ഒഴിക്കൂ മാഡം. ട്രസ്റ്റ് ബ്ലൂ ഡയമണ്ട്. 1/4 ഗ്ലാസ് മതി. കമോൺ, ഒഴിക്കൂ. അതടയ്ക്കൂ. ഇനി ഓൺ ചെയ്യൂ ആൻഡ് സീ ദ മാജിക് ഓഫ് ബ്ലൂ ഡയമണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ചുട്ടരച്ച ചമ്മന്തി തയ്യാർ.
പിന്നെ കഴിക്കും മുമ്പ് അല്പം പച്ചമല്ലി കൂടി തൂവാൻ മറക്കണ്ട. തന്റെ ഒരു റെക്കമെൻഡേഷൻ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. തന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടാതെ വിടില്ല ഞാൻ, ഓർത്തോ. പിന്നെ അവന്മാരെ എന്റെ കൈ കിട്ടും. ബ്ലഡി ഫൂൾസ്. എടാ പൊന്ന ദ്രോഹികളെ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ.